വിജയ് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ 17-ാം തീയതി സെപ്റ്റംബർ 17-ന് വിജയ് നടത്തിയ ഇതേപോലെ ഒരു റാലിയിൽ വിജയ് പറഞ്ഞ കാര്യം TVK പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾക്ക് ഒത്തുകൂടാനും സ്ഥലം ആവശ്യപ്പെട്ടിട്ട് സർക്കാർ നൽകിയില്ല എന്നാണ് വിജയ് മുൻപ് തന്നെ ഒരു ആരോപണം ഉന്നയിച്ചത്. വലിയ മൈതാനം ചോദിക്കുമ്പോൾ ഇടുങ്ങിയ സ്ഥലമാണ് നൽകുന്നത്. അതിപ്പോൾ കരൂരിലും സംഭവിച്ചതാണ്. വലിയ തോതിൽ ആളുകൾക്ക് പങ്കെടുക്കാവുന്ന ഗ്രൗണ്ട് അവിടെ ഉണ്ടായിട്ടാണ് ഈ റോഡ് അനുവദിച്ചത് എന്നതാണ്. അപ്പോൾ ഇതൊരു കരുതിക്കുട്ടി തന്റെ റാലികളെ പ്രതിസന്ധിയിലാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളുണ്ട് എന്ന് വിജയ് നേരത്തെ പറഞ്ഞിരുന്നു. ആ പ്രതികരണം കേൾക്കാം. என்ன நாங்க பெருசா கேட்டுட்டோம், மக்கள் நிம்மதியா ஃப்ரீயா நின்னு பாக்குறதுக்கு ஒரு இடம், அதை நாங்க தேர்வு செஞ்சு அதுக்கு பர்மிஷன் கேட்கிறோம். ஆனா நீங்க என்ன பண்றீங்க, அந்த இடத்தையெல்லாம் விட்டுட்டு நெருக்கடியோட, மக்கள் நெருக்கடியோட எங்கெல்லாம் நிப்பாங்களோ அந்த இடமா பார்த்து செலக்ட் பண்ணி தரீங்க. உங்க எண்ணம் தான் என்ன சார்? സർക്കാരിനോടുള്ള ചോദ്യമാണ്. വളരെ ആളുകൾക്ക് സ്വസ്ഥമായിട്ട് നിന്ന് കാണാൻ കഴിയുന്ന ഒരു സ്ഥലം ചോദിക്കുമ്പോൾ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന സ്ഥലമാണ് അനുവദിക്കുന്നത് എന്നതാണ് നേരത്തെ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ വിജയ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ് ഇത് എന്നുകൂടി വ്യക്തമാവുകയാണ്. KB ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, വിജയ് ഇപ്പോഴും ചെന്നൈയിലെ വീട്ടിൽ തന്നെയാണ്. ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം പെട്ടെന്ന് അദ്ദേഹം മടങ്ങിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. വിജയുടെ പ്രത്യക്ഷത്തിലുള്ള ഒരു പ്രതികരണം എന്ത് എന്നെല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. അതിനിടയിലാണ് വിജയ് മുൻപ് പറഞ്ഞ ഇങ്ങനെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തൻ്റെ പരിപാടികളെ കൂച്ചുവിലങ്ങിടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ കരൂരിൽ സംഭവിച്ചതും യാദൃശ്ചികമല്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏത് വിധേനയും ഇതെങ്ങനെയൊക്കെ നടന്നു പോട്ടെ, എവിടം വരെ പോകും, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമോ എന്ന് വരെ അങ്ങനെ നമുക്ക് കുറച്ച് കടന്ന് ചിന്തിച്ചാൽ അങ്ങനെ വരെ കരുതിയിട്ടുണ്ട് എന്ന് വേണം അല്ലേ വിചാരിക്കാൻ. തീർച്ചയായിട്ടും വിജയ് ഇപ്പോൾ വിജയുടെ വീട്ടിലാണ്, ചെന്നൈയിലെ വീട്ടിലാണുള്ളത്. അവിടെ ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ട്. അതായത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി വിജയ് കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. അതായത് അടുത്ത നടപടി, അടുത്ത നീക്കം എന്തു വേണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സമയമാണ് വിജയും. അതുപോലെ തന്നെ വലിയ മാനസിക സമ്മർദ്ദവും അദ്ദേഹം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നു. ഇതോടൊപ്പം നിയമ നടപടികൾ ഏതെങ്കിലും തരത്തിലുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുകൂടി ആലോചിക്കുന്നുണ്ട്. നിയമ വിദഗ്ധരുമായി വിജയ് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ പോയാൽ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ കൂടി കൂടിയാലോചന നടത്തുന്നു. ഈ വീടിന് കൂടുതൽ സുരക്ഷ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ഒരു കേന്ദ്ര സേനയുടെ ഒരു വിഭാഗം കൂടി അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന, ഒരു സംഘം കൂടി അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഇതിലൊരു ഗൂഢാലോചനാ സിദ്ധാന്തം TVK പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നാഗപട്ടണത്ത് നടന്ന പരിപാടിയുടെ പ്രതികരണമാണ്, വിജയുടെ പ്രസംഗമാണ് ഇപ്പോൾ കേട്ടത്. അതായത് വിശാലമായിട്ട് ജനങ്ങളെ കാണാനും അവരോട് സംവദിക്കാനും ഒരു സ്ഥലം ചോദിക്കുമ്പോൾ ഏറ്റവും ജനത്തിരക്ക് അതായത് ജനങ്ങൾക്ക് തിങ്ങി ഞെരുങ്ങി നിൽക്കാൻ മാത്രമാകുന്ന ഒരു സ്ഥലമാണ് സർക്കാർ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾ അനുവദിച്ചു നൽകുന്നത്. ഇത് വല്ലാത്ത തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്തിനാണ് സർക്കാർ ഇങ്ങനെ പകപോക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജയ് ആ പര്യടനത്തിൽ വെച്ച്, നാഗപട്ടണത്ത് വെച്ച് ചോദിക്കുന്നുണ്ട്. DMK-ക്കെതിരെ രൂക്ഷ വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് വിജയുടെ ഈ ചോദ്യം. ഏതായാലും അതിന് പിന്നാലെ കഴിഞ്ഞ ആഴ്ചയാണ് നാഗപട്ടണത്തെ ഈ പര്യടനം നടന്നെങ്കിൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ കരൂരിൽ ഒരു ദുരന്തമായിട്ടുള്ള ശ്രീധരൻ, വിജയുടെ ഭാഗത്തുനിന്നുണ്ടായ അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാവാത്തതിന്റെ അല്ലെങ്കിൽ കുറച്ച് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തന്റെ പരിപാടികൾക്ക് എങ്ങനെ അനുമതി കൃത്യമായി കിട്ടുന്നില്ല, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലൂടെ നടത്തേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു അപകടം മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണം, ഇപ്പോൾ 7-7.5 മണിക്കൂർ വൈകിയാണ് വിജയ് അവിടെ എത്തിയത്. അത് തന്നെ അവിടെ തിരക്ക് കൂടാനൊരു കാരണമായി. അവിടെ അവർക്ക് വേണ്ട വെള്ളമോ ഭക്ഷണമോ ഒന്നും ഏർപ്പെടുത്താനുള്ള സൗകര്യം ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ്. അപ്പോൾ വിജയ്ക്ക് ഇതൊന്നും മുൻകൂട്ടി കണ്ട് കൃത്യമായി അതിനെ പ്രതിരോധിക്കുന്ന ഒരു നീക്കം നടത്താൻ വിജയിക്കും കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും അങ്ങനെ വിജയ്ക്ക് സാധിച്ചിട്ടില്ല. അതായത് ഒരു സിനിമാ താരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മസാല സിനിമകളിലെ നായകനിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്കുള്ള പരകായ പ്രവേശം പൂർണ്ണമായിട്ടും വിജയ്ക്ക് ആയിട്ടില്ല. അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിയും ശൈശവ ദശയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു സംവിധാനമോ അല്ലെങ്കിൽ പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കളുടെ ഒരു നിരയോ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വിജയിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിന് കാരണമായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് സർക്കാർ
അല്ലെങ്കിൽ പോലീസ് ഇതിന് ഈ പര്യടനത്തിനുള്ള സ്ഥലം ചുരുക്കുമ്പോൾ ആ വരുന്ന അണികളെ കൃത്യമായിട്ട് ഒതുക്കി അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെയില്ല. നമുക്ക് തന്നെ നോക്കിയാൽ ഇപ്പോൾ വിജയ് പാർട്ടി രൂപീകരിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ രണ്ടാം നിരയിലുള്ള അല്ലെങ്കിൽ വിജയ് ശരി, ശ്രീധരൻ, എന്തായാലും വിശദമായ വിവരങ്ങൾക്ക് വീണ്ടും വരാം.